तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9-ാം തന്ത്രത്തിലെ ഒളിയിലെ അവസാനത്തെ 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബ്രഹ്മപ്രകാശം തന്നെ മിന്നലായി ചുരുങ്ങുമ്പോൾ ബ്രഹ്മചൈതന്യം ആത്മചൈതന്യമായി ചുരുങ്ങും. തിരുക്കുകൾക്ക് ഉയിരായും ഉണർവുമായും നിൽക്കും. നിലനിന്നു പോരുന്നുണ്ട് ഈ ബ്രഹ്മചൈതന്യമെങ്ങും. ബ്രഹ്മപ്രകാശം തന്നെ മിന്നലായി ചുരുങ്ങുന്നു. അപ്പോൾ ബ്രഹ്മചൈതന്യം ആത്മചൈതന്യമായി ചുരുങ്ങും. അപ്പോൾ എപ്രകാരമാണോ ബ്രഹ്മപ്രകാശം തന്നെ മിന്നൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, അതായത് മിന്നലും ബ്രഹ്മപ്രകാശവും ഒന്ന് തന്നെയാണ്. ആ അഖണ്ഡ ബ്രഹ്മാണ്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മപ്രകാശം മിന്നലായി ചെറുതായി ചുരുങ്ങി ഒരു മിന്നൽ കൊടിയായി മാറുന്നത് എപ്രകാരമാണോ അതേപോലെ ബ്രഹ്മചൈതന്യം ആത്മചൈതന്യമായി ചുരുങ്ങി ഒരു മിന്നൽ കൊടി പോലെ നിൽക്കും. അപ്പോൾ തിരുക്കുകൾക്ക് ഉയിരായി അത് മാറുന്നു. അപ്പോൾ ഉയിരായിട്ട് ഈ ശിവ ഒളിയാണ് ഉണ്ടാകുന്നത്. ഉണർവുകൾക്കും ഉണർവായി നിൽക്കുന്നതും ഈ ശിവ ഒളിയാണ്. അപ്പോൾ ഉണർവ് ആയി നിൽക്കുന്ന ശിവ ഒളി, അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ഉയിരായി നിൽക്കുന്ന ആ ശിവ ഒളി. പിന്നെയോ നിലനിന്ന് പോരുന്നുണ്ട് ബ്രഹ്മചൈതന്യമെങ്ങും. എങ്ങും ബ്രഹ്മചൈതന്യമാണ് നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയും ബ്രഹ്മചൈതന്യമല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ എവിടെ നോക്കിയാലും നാം കാണുന്നത് ബ്രഹ്മചൈതന്യം മാത്രമാണ്. എല്ലായിടത്തും ബ്രഹ്മചൈതന്യം മിന്നൽക്കൊടി പോലെ ചെറുതായും വലുതായും പ്രപഞ്ചകമാകെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അണോരണിയാൻ എന്ന് പറയുന്ന ആ അണുവിലും അണുവായി നിൽക്കുന്നതും അതേപോലെ തന്നെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതുമായ ആ ശിവ ഒളി എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. ഉയിരിന് ഉയിരായിട്ട്, ഉണർവിന് ഉണർവായിട്ട് നിൽക്കുന്നു. ഇവിടെ നാം ഉണർവ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശിവ ഒളി ഉണർവായി നിൽക്കുന്നു. ഉണർവായി നിൽക്കുന്ന ആ ശിവ ഒളിയെ കുറിച്ചിട്ട് ഭഗവാൻ രമണ മഹർഷി ഉള്ളത് 40 എന്ന കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് 40 ശ്ലോകങ്ങളുള്ള ഒരു മഹാ ഇതിഹാസ കൃതിയാണ് ഉള്ളത് 40. രമണ മഹർഷി അത് ആരംഭിക്കുന്നത് ആ മംഗള ശ്ലോകത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളിൽ ഉണർവ് എന്നാണ്. ഉണർവ് നിറഞ്ഞു നിൽക്കുന്ന ആ ഉള്ള്, ആ ഉള്ളിൽ ഉണർവ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അതേപോലെ 40ാമത്തെ അവസാനത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നതും ഉണർവ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ബ്രഹ്മ ഉണർവ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മുക്തി ഉണർവ് എന്നാണ് ഭഗവാൻ അതിനെപ്പറ്റി പറയുന്നത്. ആ മുക്തി ഉണർവിൽ അവസാനിക്കുന്നു. അപ്പോൾ ഉള്ളുണർവിൽ ആരംഭിച്ച് മുക്തി ഉണർവിൽ അവസാനിക്കുന്ന ആ ശിവ ഒളി, ശിവ തേജസ് പ്രപഞ്ചങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, അതേസമയം ഉയിരിൻ്റെ ഉയിരായി വളരെ ചെറുതായിട്ട് അണോരണിയാനായി നിൽക്കുന്ന ആ ശിവ ഒളിയെയാണ് തിരുമൂലദേവൻ അവിടെ ചിത്രീകരിക്കുന്നതും രമണ ഭഗവാൻ അതിനെ കവിതയാക്കി
മാറ്റുന്നത്. അപ്പോൾ ഉള്ളത് 40 എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആത്മ ഒളിയാണ്, പ്രകാശ ഒളിയാണ്, പ്രകാശമാണ്, ആത്മപ്രകാശമാണ്, അഹം പ്രകാശമാണ്. നമുക്ക് അതിനെ അഹം സ്ഫൂർത്തി എന്ന് പറയാം. ആ അഹം സ്ഫൂർത്തിയെയാണ് ഇവിടെ തിരുമൂലദേവൻ സൂചിപ്പിക്കുന്നത്. ശിവ ഒളിയായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശിവ തേജസ്സാകുന്ന ഉയിര്. അപ്പോൾ ഉയിരിൻ്റെ ഉയിരായി, ഉണർവിൻ്റെ ഉണർവായി ഇവിടെ ശിവ ഒളി എങ്ങും പ്രപഞ്ചങ്ങളാകെ, ഈ ഭൂമിയിൽ മാത്രമല്ല എല്ലാ പ്രപഞ്ചങ്ങളിലും 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ അനുഭൂതിയാണ്. അതേപോലെ ഇനി അടുത്ത ശ്ലോകം, ഇല്ലെന്നും നിന്നീടുമീ ലോകത്തിങ്കൽ ഉണ്ടൊരു നില ചൊല്ലാം കേവലാവസ്ഥയെന്നായി, ഉണ്ടെന്നു ചൊന്നാൽ കള്ളം കാണാൻ ആകാത്തതിനെ ഉണ്ടെന്നുരച്ചിടേണ്ട കാണാത്തതില്ലെന്നാകിൽ. അപ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന ആദിമത്യാന്തഹീനമായ ഈ കേവല അവസ്ഥയാണ് ശിവ ഒളി എന്ന് തിരുമൂലദേവൻ പറയുന്നു. അപ്പോൾ കേവലമായ ആ ബോധസ്വരൂപമാണ് ശിവ ഒളി. ആ ശിവ ഒളിയാണ് ഈ പ്രപഞ്ചങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. എല്ലാ മഹായോഗീശ്വരന്മാരും പറയുന്നത് ഈ ആത്മചൈതന്യം എന്ന ആ മഹാപ്രകാശത്തെക്കുറിച്ചിട്ടാണ്. ആ പ്രകാശധാര ശിവ ഒളിയാണ്, ശിവപ്രകാശമാണ്, ശിവബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് എല്ലാത്തിലും തുടിച്ചു നിൽക്കുന്ന ഉയിര്. തിരക്കുകളിലും അതേപോലെ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഉയിരാകുന്ന ശിവചൈതന്യമാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.